ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഞാനിന്ന് എവിടെ പോന്നേന്നറിയോ? കിയൂർക്കാണ് പോന്നുള്ളത്. എന്തിനെന്നുവെച്ചില്ലെങ്കില് വോട്ടിടാൻ വേണ്ടീട്ട്. അപ്പം ഞാൻ താമസിക്കുന്നത് എൻ്റെ പേര് ചെട്ടുകുയില്. അപ്പോൾ കിയൂർ ഇങ്ങനെ വോട്ടെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ബാപ്പാൻ്റെ നാട് കിയൂറാണ്. അപ്പം ഞങ്ങൾക്ക് ഞാൻ ആടെയുള്ള ടൈമിലാണ് വോട്ടായത്. അതുകൊണ്ടാണ് ഈടെ വോട്ടിടാൻ വന്നത്. ഞാൻ വോട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായി. എന്തെന്ന്? ഫാനെപ്പോഴും കാണലുണ്ടോ? അങ്ങനെ ഓള് മേൽപ്പറമ്പ് എത്തുമ്പോൾ സ്കൂള് ഞാൻ എൻ്റെ സ്കൂൾ അങ്ങോട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓളുടെ മേൽപ്പറമ്പ് ബില്യാർഡ്സിലാണ് ഓനും പഠിക്കുന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് സ്കൂൾ അടുത്തായിരുന്നു. ചെട്ടുകുഴി ആയതുകൊണ്ട് സ്കൂളിലേക്ക് കുറേ ലോങ് ഉണ്ട് സ്കൂളിലേക്ക് വരാനായെങ്കിൽ. പിന്നെ വാനിലാണെങ്കിൽ 1 മണിക്കൂറിന് മേലെ ഇങ്ങനെ ഉറക്കിയിരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഞങ്ങളെ മൂത്തമ്മാൻ്റെ പേരേക്ക് എത്തി. അപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന ഇവിടെയായിരുന്നു ഞങ്ങൾ തറവാട്. അതെല്ലാം പൊളിച്ചിട്ട് നല്ല അടിപൊളി പേരായിട്ട്. പിന്നെ ഇവിടെ എൻ്റെ മൂത്തയില്ല, മൂത്ത മരിച്ചിട്ട് കുറച്ച് വർഷമായി. പിന്നെ ഇവിടെ എൻ്റെ മൂത്തമ്മാൻ്റെ വൈഫ്. അപ്പം ഈ ചെടിയാണ് എൻ്റെ ഉമ്മാണ് ആക്കി കൊടുത്ത. കസിൻ്റെ വൈഫിനാണെങ്കിൽ ചെടിയെല്ലാം ഭയങ്കര ഇഷ്ടം. 2 വന്നപ്പാട് തന്നെ ടി വി നോക്കാനായിരുന്നു. അങ്ങനെ ഇച്ചാൻ്റെ മക്കളുടെ ഉണ്ടായിരുന്നില്ല, ഓളുടെ വീട്ടിലായിരുന്നു. പിന്നെ ചെടീൻ്റെ കാര്യം പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തിയില്ല അവർ. അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ മൂത്തമ്മാൻ്റെ മോള് വന്നിട്ടുണ്ടായി. ഓള് വോട്ടിടാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വോട്ടിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ സൗണ്ടൊന്നുമില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മോ നമ്മളെ കുട്ടാപ്പികള് എന്തായി ഉമ്മാലോടുത്തോടാ പുള്ളിക്കാട് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വോട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അല്ലാ, ഈ ക്യൂ കണ്ടിട്ടാകുമ്പോൾ എന്നെ തല കറങ്ങിപ്പോയി. എൻ്റെ കസിനും എൻ്റെ പാപ്പാക്കെല്ലാം അപ്പുറത്തുണ്ടായി. അപ്പുറത്ത് ആരുമില്ല, നേരെ പോയി ഓർ വോട്ട് ഇട്ടിട്ട് വന്നു. ഞാനാണെങ്കിൽ 1 മണിക്കൂർ അവിടെ ക്യൂ നിന്ന്. അങ്ങനെ ഫൈനലി വോട്ട് ഇട്ടിട്ട് വന്നു. ഷെയാൻ വന്നിട്ടാകുമ്പോൾ തുടങ്ങിയില്ല ടി വി നോക്കാൻ. ഇപ്പം ടി വിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. പിന്നെ ഷെയാൻ്റെ ഫ്രണ്ടും എൻ്റെ മാമാൻ്റെ അവിടെ പോയിട്ടുണ്ട് വന്നിട്ടാ. അപ്പൊ ഞങ്ങ വന്നത് ഒരു ഈവനിങ് ആയിട്ടോ. ഈവനിങ് ആകുമ്പോഴാണ് വന്നത്. ഞാൻ വോട്ടെല്ലാം ഇട്ടിട്ട് വന്നിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന്. പിന്നെ കസിനും ഉണ്ടായി, പിന്നെ ഇച്ചാൻ്റെ വൈഫ്. അങ്ങനെ ഓറലായിട്ട് കുറേ സംസാരിച്ച് അങ്ങനെ ചായ എല്ലാം കുടിച്ച്. പിന്നെ എൻ്റെ വേറൊരു മൂത്താൻ്റെ പേര് ഈ പേരിൻ്റെ അപ്പുറത്ത് തന്നെ. ഒരു പാട്ട് പാടോ ഫമ്മോ? ഒരു പാട്ട് പാടോ? ഒരു പാട്ട് പാടുന്ന കുഞ്ഞി, ഒരു പാട്ട് പാടുന്ന കുഞ്ഞി. അപ്പൊ ഇത് എൻ്റെ ഒരു മൂത്താൻ്റെ പേര്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു മൂത്താൻ്റെ പേരുണ്ട്. പിന്നെ കിയൂർ തന്നെയാണ് എൻ്റെ ആപ്പാൻ്റെ പേരും, അതായത് ബാപ്പാൻ്റെ അനിയൻ്റെ പേര്. അപ്പൊ ആർക്കും നാളെ വരാനുണ്ട്, കാരണം ആപ്പാന്റെ മോളെ എൻഗേജ്മെന്റ് ആണ് നാളെ. ഇന്നും വരാനായി, നാളെ അങ്ങോട്ട് പോകാനുമായി. എല്ലാവരും അടുത്ത് തന്നെ. ബാപ്പാന്റെ 2 ഇച്ചാമാരും പിന്നെ അനിയനല്ല കിയൂറന്നെ. പിന്നെ ഉള്ളത് ബാപ്പാക്ക് ഒരു അനിയത്തി. ബാപ്പാക്ക് ഒറ്റൊരു പെങ്ങേ ഉള്ളൂ, അത് മംഗലയിന്റ് പോയത് പോവല് ആടെയാ ഉള്ളത്. ഒന്നായത് കൊണ്ട് തന്നെ എന്ത് കുരുത്തക്കേട് അറിയാം. ഈ വീഡിയോ കണ്ടെങ്കിൽ എന്നെ കൊല്ലു. അപ്പൊ ബാപ്പാന്റെ പെങ്ങളെ ഞങ്ങൾ വിളിക്കല് ഞാനാന്ന്. കുരുത്തക്കേട് ഞാൻ വെറുതെ പറഞ്ഞട്ടാ. ഞങ്ങൾക്ക് ഞാനില്ലാത്ത ഒന്നും കഴിയില്ല. യോറില്ല വീഡിയോ എടുക്കാൻ വന്നേനെ. ആലിയ മാത്രം വരുന്നില്ല. ആലിയ ആലിയ നാളെ ആപ്പാന്റെ മോളെ എൻഗേജ്മെന്റിന് മേക്ക് ഓവർ ആക്കുന്നത് ഞാൻ തന്നെ. ഇനിയിപ്പോ നാളെ രാവിലെ എത്ര മണിക്ക് ഞാൻ മേക്ക് ഓവർ ആക്കിയിട്ട് അവിടെ പോകുന്ന എന്താ കളിക്കുന്ന? എന്തുമ്പോ കളിക്കുന്ന? കളിക്കുന്ന എന്തിനാ? ഒരു കസാല 3 ആളോ? ഒരു കസാല 3 ആളോ? എല്ലാത്തിനും നീ മാത്രമേ ജയിക്കുന്നേ? മൂന്നാളും ഒരു കസാലോ. എയ്ത്തായ കഥ പറയുന്നുണ്ടാ?
ചെടിയാണ് അതില് മണ്ണ് കുറവുന്നാ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ചെടി അതാ ഉമ്മ നിങ്ങൾ ചെല്ലിയതല്ലേ അങ്കി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്കി ഇഷ്ടപ്പെട്ട് ഞാൻ ഉപ്പിട്ട് കാണിച്ചിട്ടാ പുറത്തുണ്ടായ രണ്ടെണ്ണം ഞാൻ എന്റെ പേർക്ക് അത് രണ്ടെണ്ണം കൊണ്ടുപോയ അതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഇതിന് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഇത് കിട്ടിയത് എല്ലാരും നടുന്ന പോലെ അല്ല ഇങ്ങനെ അടി ഇങ്ങനെ വരുന്നതല്ല പിന്നെ വെള്ളം അത് നോച്ച് കിട്ടും ഇങ്ങനെ ഇത് ഞങ്ങക്ക് അമീത്ത് അനീപിന്റെ വീടില്ലേ ഉള്ളിൽ വെച്ചോണ്ട കളർ അങ്ങനെ അത് തിരി വരുന്നത് വയ്യാകുമ്പോ ഇങ്ങനെയാവും രണ്ടിട്ട് വന്നത് ഫസ്റ്റ് ഇത്രയും ഉണ്ടായിട്ടു അതങ്ങനെയാവും ഇത് രണ്ടെണ്ണോ കിട്ടണല്ലോ അതന്നെ അതിങ്ങനെ ഇതാണ് അതിന്റെ ഇത് ഇത് ഈ പുതു വരുന്ന നോക്കിയതാ തിന്നുന്നല്ലോ അതിനെ മുറിച്ചെടുത്തിട്ട് കത്തിരിയോടെ അതിനെ മുറിച്ചിട്ടെടുത്തിട്ട് ചാടണം ഇത് വേണ്ട അല്ല ഇങ്ങനത്തെ ഈ മുട്ട വരുന്നത് മുറിച്ചിട്ടെടുക്കണം എടുക്കണം അല്ല അത് തിന്നുന്നേ തോന്നുന്നു അത് അതിന്റെ ചപ്പലല്ലോ തിന്നിനോളമ്മ ചിലപ്പോ നിന്റെ ഈ ചെടിന്റെ അതിങ്ങനെ ചുരുളൊന്ന് അത് ഫസ്റ്റ് കൊണ്ടുവന്നെ പറഞ്ഞ അതിലല്ല അതിലെ ഇപ്പൊ വെള്ളം കുറവാണ് വെള്ളം കുറവ് അതിന്റെ വെള്ളം കൂടിയത് ഇന്ന് കൂട്ടിട്ടാ ഇന്നലെ ഫുള്ള് കൂട്ടിട്ട് എല്ലാത്തിനും ഉള്ളിന്റെ തോട് അതിന്റെ വെള്ളം എല്ലാത്തിനും കൂട്ടിന് പിന്നില്ലേ ഇതെന്താക്കണം ഇത് മുറിച്ചാൽ മതി ഒന്ന് മുറിക്കണം ഫസ്റ്റ് എന്നിട്ട് അതിന്റെ തല വേറെ കൂടെ കുത്തിയെങ്കിൽ അതാണ് നല്ല തരത്തിൽ വരും നമ്മൾ അല്പം കുത്തിയെങ്കിൽ ചാടണ്ട അതിന്റെ ഈ തലനെ വേറെ മുറിക്കണം ഇതിന്റെ ഇതത്തിൽ കുത്തണം അടിയിൽ നോക്കണം അപ്പൊ അടിയിൽ തന്നെ ആദ്യം ഇതിലേക്ക് അതിലൊന്ന് രണ്ട് തകരി വരും ഒന്ന് മുറിക്കണം രണ്ട് വെക്കണം മുറിക്കണ്ട ഒന്ന് മുറിക്കണം ഒന്ന് മുറിക്കണം വെക്കോ ഈ ചെടിയിൽ എന്താക്കണ അറിയോ ഏണ എന്താക്കണ അറിയോ ഇതൊന്ന് ആടെ വെച്ചിട്ട് അതിലൊന്ന് ഇവിടെ വെക്കണം ഇത് രണ്ടുപേരും ഒരേപോലെ ഇത് നോക്ക് ഇതാ ഇത് ഇതിനകത്ത് ചെടി അത് വെയിൽ കൊണ്ടതുകൊണ്ട് വെയിൽ കൊണ്ടതുകൊണ്ട് അങ്ങനെ ആ സൗണ്ട് മറ്റേ സൗണ്ട് ഇപ്പൊ എല്ലാരും അങ്ങനെ ആക്കണം തോന്നുന്നല്ല എടുക്കണോ നോക്കല്ലോ ഒരു അവൾക്ക് ആദി ഏത് സ്കൂളിൽ പഠിക്കുന്ന ഏത് സ്കൂളിൽ പഠിക്കുന്ന നാൻകടാന്നാ ചെല്ലാനെ നീ എന്തെല്ലോ റീൽസ് എടുത്തല്ലോ അതിൻ്റെ അടുത്ത് ഫുൾ ഡാൻസ് എല്ലാം കളിച്ചില്ലല്ലോ അവളെ അല്ലേ നിന്റെ സ്കൂളിലെ പേരെന്തേ എന്തേ സൗണ്ട് ഫുൾ ഓർക്കുറായിരിക്കാം ഏത് ഏത് സ്കൂള് നീ പഠിക്കലണ്ടാ നല്ല പഠിക്കുന്ന ഇതാരോ അറിയോ ഗായ്സ് ഇത് നമ്മളെ നീച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഒക്കെ നീച്ചോ എൻ്റെ നെയ്ഷുക്കോളെ ഭയങ്കര ഇഷ്ടം ഇതെൻ്റെ കസിൻ്റെ മോള് ഈ കസിനും ഞാനും പിന്നെ ചെറുതിലേ ഒന്നിച്ച് തന്നെ ഞങ്ങൾ ഒന്നിച്ച് ഈടണം ഒന്നിച്ച് വളർന്നത് പിന്നെ ഞാൻ കുറച്ചൊരു അംഗനവാടിക്കെല്ലാം ഇവിടെ പോയി സ്കൂളിലേക്കെല്ലാം പോകാനാകുമ്പോൾ ഞാൻ ചെട്ടും പോയില്ലേ എന്ത് നീ ഇങ്ങനെ ചിരിക്കുന്ന വീഡിയോ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന എന്ത് ചെയ്യാനോ എന്ത് വന്നിട്ട് തുടങ്ങീന് ആ ഒട്ടപ്പൻ അവസാനം നിന്റെ പല്ല് പോയിട്ടേ ആകട്ടെ നിന്റെ പോയിട്ട് വന്നതാ യാ ശയാന്റെ നോക്ക് ഫുൾ ഒട്ടപ്പല്ല് വായിന്ന് ഫുൾ ഒട്ടപ്പല്ലേ നിന്റെ
അപ്പം നിച്ചാൻ്റെ വൈഫിൻ്റെ പേര് റംലു എന്നാണ്. ഓളിലൊരു ഡ്രസ്സ് കണ്ടിട്ട് ഞാനും എൻ്റെ കസിനും ഞങ്ങൾക്കും ഇങ്ങനത്തെ മേങ്ങണം എന്നുള്ള അവരിലാണ്. കാരണം നല്ല പാങ്ങണ്ടിട്ട് ഇനി മീൻ്റെ ഒരു നല്ല അടിപൊളി ഡ്രസ്സ് നൈസ് എന്നാണ് ഓളി ഡ്രസ്സ് എടുത്തത്. നല്ല പാങ്ങുണ്ട്. നല്ല പാങ്ങുണ്ടെന്ന് പറഞ്ഞെങ്കിൽ എന്തോ ഒരു ലൈക്കായി ഞങ്ങൾക്ക് ആ ഡ്രസ്സ്. പങ്കുമേങ്ങ അവിടെ ഞാൻ ആ ഡ്രസ്സെല്ലാം ഇട്ടിട്ടൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കി. നല്ല പാങ്ങുണ്ട്, നല്ല പിടിക്കുന്നുണ്ടായിന്. അതുപോലെ തന്നെ ഈ കോട്ടൻ്റെ കോഡ് സെറ്റ് നല്ല പാങ്ങുണ്ടായിരുന്നു. നമുക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ പോന്നു ഗൈസ്. ഇല്ല നിന്റെ ആര് വന്നിട്ട് ഞങ്ങൾ പോന്നേ പിള്ളമാരെ എല്ലാവരും ബായ് ആക്കിയേ. ബായ്. ഞാനല്ല അങ്ങോട്ട് ഞമ്മ ഇങ്ങോട്ട് നിന്നിട്ടാക്കണ്ടേ. ബായ്. നിന്റെ വേണ്ടല്ലോ. ബായ്. പസാന് നാൻകട പസാന് മുണ്ടുന്നില്ല അവന് നാൻകട. അല്ല മറ്റേ മുത്തമ്മ അവിടെ പോയിട്ട് ഗൈസ് ഇവിടെ പോയിട്ട് വരും. അല്ല നീ എവിടെ പോയിട്ടുണ്ടേ? ഞങ്ങൾ പോവാങ്ങിന പൂപ്പട്ടയാനോട് ഞാൻ പോകുന്ന തിരക്കുണ്ടെന്ന് വാങ്ങി. അതെല്ലാം അവിടെ ഒരു മുണ്ടി മുണ്ടിട്ടില്ലേ ബാക്കിയായി ഗൈസ്. ആർക്കങ്ങ് മൊയിലാഞ്ചി വെക്കണമെങ്കിൽ എവളോട്ട് ഇൻസ്റ്റയില്ലേ ഉണ്ട്. എന്തിൻ്റെ ഇൻസ്റ്റാൾ പേജ് എന്തിപ്പ എൻ്റെ പേര്? ഓളെൻ്റെ പേര് എൻ്റെ മോളെ മൂത്തമ്മ എത്ര പറഞ്ഞ ഇഷ്ടം നല്ല ഇടണ നല്ല നല്ലുണ്ട്. പക്ഷെ അത് നീ തൊപ്പിയാക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ ഞങ്ങൾ പോവാൻ കഴിഞ്ഞു. അപ്പോൾ നാളെ എൻഗേജ്മെൻ്റ് അല്ലേ, എൻഗേജ്മെൻറ്റിന് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പം എൻ്റെ മോള് നാളെ രാവിലെ വരും. നാളെ വന്നിട്ട് ഓളെ മേക്കപ്പ് എല്ലാം ആക്കിയിട്ട് മേക്കപ്പ് ഒന്നും ആക്കുന്ന വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നാളെ ഷെയാൻ മറ്റന്നാൾ ടൂർ പോകുന്നത്, നാളെ നെയ്ഷു ടൂർ പോകുന്നത്. ഷെയാന് വിസ്മയാക്കും നെയ്ഷുവിനെ ആർക്കൊക്കെയാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പം നെയ്ഷുമാക്ക് നാളെ എൻഗേജ്മെൻറ്റിന് വരാൻ കഴിയും. ഷെയാൻ സ്കൂൾ കഴിഞ്ഞിട്ട് തന്നെ വരും. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സ് വാങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.